നമസ്കാരം. നമ്മുടെ ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണായിട്ടാണ് ഈ മാധ്യമങ്ങൾ അറിയപ്പെടുന്നത്. എന്നാൽ ഇക്കാലങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് യഥാർത്ഥ വസ്തുതകൾ മറച്ചു വച്ചുകൊണ്ട് വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിലാണ് ഇന്നത്തെ മാധ്യമങ്ങൾ മത്സരിക്കുന്നത്. ഞാനിത് പറയാനുള്ള കാരണം, കഴിഞ്ഞ 16-ാം തീയതിയും 17-ാം തീയതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുതിയ വഖഫ് ഭേദഗതി നിയമം പരിശോധിക്കുകയുണ്ടായി. അതിൻ്റെ അഡ്മിഷൻ സ്റ്റേജായിരുന്നു. അതിനാൽ തന്നെ പ്രിലിമിനറി ആയിട്ടുള്ള വാദങ്ങളാണ് ഉണ്ടായത്. ആദ്യമേ കോടതി പറഞ്ഞു, ഇത്രയും കേസുകൾ ഞങ്ങൾ കേൾക്കാൻ പോകുന്നില്ല. അതിനാൽ തന്നെ ഈ ഇരു വിഭാഗങ്ങളിലെയും ഏറ്റവും മുതിർന്ന അഭിഭാഷകർ വളരെ റിലവൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ തൽക്കാലം പറയാവൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് വിശദമായി ചർച്ച ചെയ്യാം. അതിനാൽ ഇരുപക്ഷത്തു നിന്നും പ്രധാനപ്പെട്ട അഭിഭാഷകർ വളരെ റിലവൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രമേ ഉന്നയിക്കാവൂ എന്ന് പറഞ്ഞിരുന്നു. അതിന് പ്രകാരമാണ് സീനിയർ അഭിഭാഷകനായ കപിൽ സിബലാണ് വാദത്തിന് തുടക്കം കുറിച്ചത്. ഏതെങ്കിലും ഒരു കേസ് വാദം കേൾക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ജഡ്ജിമാർ ആ വാദങ്ങളെ എതിർക്കുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കുള്ള സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്. അത് ഏത് പക്ഷത്തെ വക്കീൽ വാദിക്കുന്ന സമയത്തായാലും അപ്രകാരം കോടതി ചെയ്യാറുണ്ട്. ആദ്യ ദിവസത്തെ വാദങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ പല തരത്തിലുള്ള വാർത്തകൾ ആണ് പ്രചരിപ്പിച്ചത്. അതായത്, ബില്ലിന്റെ പല്ല് പോയോ, കേന്ദ്രത്തിന് മറുപടി ഇല്ലേ, വഖഫ് ഭേദഗതി നിയമം അറബിക്കടലിലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളാണ് മിക്കവാറും എല്ലാ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങളുടെ മനസ്സിൽ ഈ വഖഫ് ഭേദഗതി നിയമം നിലനിൽക്കില്ല എന്നുള്ള ഒരു ധാരണ പരത്തുകയായിരുന്നു. ആദ്യമായിട്ടൊരു പ്രൊപ്പഗണ്ട ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് ഹാജരാകുന്നത് മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ ആയിരിക്കും എന്നും, അദ്ദേഹം എന്തൊക്കെയോ അത്ഭുതകരമായ പ്രവൃത്തികൾ, വാദങ്ങൾ അവിടെ ഉന്നയിക്കും എന്നുമൊക്കെ ആയിരുന്നു പ്രചാരണം നടത്തിയത്. പിന്നീടാണ് മനസ്സിലായത്, കപിൽ സിബൽ ഹാജരായത് മുസ്ലിം ലീഗിന് വേണ്ടി ആയിരുന്നില്ല. കൂടാതെ മുസ്ലിം ലീഗിന്റെ കേസ് ഭാവിയിൽ ഈ സുപ്രീം കോടതി പരിഗണിക്കാനും പോകുന്നില്ല. കാരണം അവര് അവസാനം തീരുമാനിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 73ഓളം കേസുകളിൽ 5 എണ്ണം മാത്രമേ സുപ്രീം കോടതി പരിഗണിക്കുകയുള്ളൂ എന്നാണ്. അതിൽ ഈ മുസ്ലിം ലീഗിന്റെ കേസ് പെടുന്നത് പോലും ഇല്ല. കപിൽ സിബൽ ഹാജരായത് മറ്റൊരു മുസ്ലിം സംഘടനയ്ക്ക് വേണ്ടി ആയിരുന്നു എന്നും നാം ഇവിടെ പ്രത്യേകം ഓർക്കണം. അദ്ദേഹത്തിന്റെ വാദസമയത്തും സുപ്രീം കോടതി പലവിധ ചോദ്യങ്ങളും ഉന്നയിച്ചു. ചീഫ് ജസ്റ്റിസ് ഉന്നയിച്ച ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വഖഫ് നിയമം എന്ന് പറയുന്നത് അത്ര നല്ല നിയമം ഒന്നും തന്നെ ഇല്ല. കാരണം ഞാൻ ഡൽഹി ഹൈക്കോടതിയിൽ ജഡ്ജിയായിരിക്കുന്ന സമയത്ത് വഖഫ് ബോർഡ് ഡൽഹി ഹൈക്കോടതിയും ഏറ്റെടുത്ത ചരിത്രം എനിക്ക് അറിയാവുന്നതാണ്. എന്നാൽ അതിനെക്കുറിച്ച് ആരെങ്കിലും വാർത്ത കൊടുക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങളിൽ കണ്ടോ? ഇല്ല. അതിനു പകരം അവർ പറഞ്ഞു വരുത്തിയത്, സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ തുഷാർ മേത്തയ്ക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നാം ആലോചിക്കേണ്ട കാര്യം, ഒരു കേസിന്റെ അഡ്മിഷൻ സമയത്ത് തീർച്ചയായിട്ടും ഈ എതിർപക്ഷത്തുള്ള ആൾക്കാർക്ക് ഈ പെറ്റീഷൻ വായിച്ച് മനസ്സിലാക്കി അതിന് വ്യക്തമായ മറുപടി നൽകാൻ സമയം ആവശ്യപ്പെടാവുന്നതും കോടതി 100% ഈ സമയം അനുവദിക്കും എന്നുള്ളതും ആണ്. ഇപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സുപ്രീം കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ സുപ്രീം കോടതിയിൽ നടന്ന കംപ്ലീറ്റ് പ്രൊസീഡിങ്സും കണ്ട ഒരു വ്യക്തിയാണ്. ആ വാദങ്ങൾക്ക് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ പ്രചാരം നടക്കുകയുണ്ടായി. കപിൽ സിബൽ വന്നിട്ട് എന്തോ അത്ഭുതകരമായ വാദങ്ങൾ നടത്തി കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ചു, അതിനാൽ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വന്നത്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് കപിൽ സിബൽ വാദിച്ചത്, അതിന് ഈ കേസുമായിട്ടുള്ള പ്രാധാന്യം എന്തൊക്കെയാണ്, ഈ വിഷയങ്ങൾ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം അല്ലാത്ത പക്ഷം നമ്മൾ ഇത്തരം തെറ്റായ വാർത്തകൾ വിശ്വസിക്കാനും നാം പറ്റിക്കപ്പെടാനും സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായി എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ പുതിയ ലക്കം കേരള ശബ്ദത്തിൽ എൻ്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ വിശ്വസിക്കൂ, മുനമ്പം വിഷയം പരിഹരിക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ ഹെഡിങ്. നിങ്ങളത് വായിക്കാത്ത പക്ഷം തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് വായിക്കണം എന്ന് ഞാൻ ഇവിടെ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം തന്റെ വാദം ആരംഭിച്ചത് തന്നെ ഈ പുതിയ വഖഫ് ഭേദഗതി നിയമം നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 ലംഘനമാണ് എന്നാണ്. ഞാൻ നേരത്തെ തന്നെ പല
വീഡിയോകളിലൂടെയും എന്താണ് ആർട്ടിക്കിൾ 26 എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് റിലീജിയസ് ഡിനോമിനേഷന് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിനെ പൊതുവായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ ആർട്ടിക്കിൾ 26 അടിയിൽ വരുന്നതേ ഇല്ല. ഇത്രയും സീനിയറായ, ഇത്രയും പ്രഗത്ഭനായ സീനിയർ അഡ്വക്കേറ്റ് കപിൽ സിബലിന് അത് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ അങ്ങനെ ഒരു വാദം ഉന്നയിക്കേണ്ട ഗതികേടിലായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് സത്യം. കാരണം സുപ്രീം കോടതി തന്നെ വളരെ നേരത്തെ തന്നെ ഈ ആർട്ടിക്കിൾ 26 പ്രയോജനം വഖഫ് ബോർഡുകൾക്ക് ലഭിക്കുന്നതല്ല എന്നും വഖഫ് ബോർഡ് ഒരു മതപരമായ സ്ഥാപനം അല്ല എന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ വഖഫ് എന്ന് പറയുന്ന വിഷയം നമ്മുടെ ഭരണഘടനയിൽ 3 തരം വിഷയങ്ങളുണ്ട്. അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഈ 3 ലിസ്റ്റുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് വഖഫ് എന്നുള്ളൊരു വാക്കേ കേൾക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ചാരിറ്റബിൾ എന്നുള്ള വാക്ക് കേൾക്കാൻ സാധിക്കും. അതായത് ഈ വിഷയം, വഖഫ് എന്ന വിഷയം ഒരു ചാരിറ്റബിൾ വിഷയത്തിന്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് കൺകറന്റ് ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഈ ലിസ്റ്റ് 2-നടിയിൽ 28 ഈ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടൊക്കെ പ്രതിപാദിക്കുന്നത്. അതിനാൽ തന്നെ വഖഫ് ബോർഡിന് മതവുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല. നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് ആക്ടിന്റെ സെക്ഷൻ 38(3) പറയുന്നു, അതിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ വഖഫുകളുടെ മതപരമായ യാതൊരു കാര്യങ്ങളിലും ഇടപെട്ടു പോകാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വഖഫ് ബോർഡിന് മതവുമായി ബന്ധമില്ല. കൂടാതെ അതേ ആക്ടിന്റെ സെക്ഷൻ 97 വളരെ എടുത്തു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഖഫുകളുടെ മതപരമായതോ ആചാരപരമായതോ ഈ വഖഫ് ഉണ്ടാക്കിയ ആൾ നിർദ്ദേശിച്ച വിഷയങ്ങളിൽ യാതൊരു വിധത്തിലുള്ള കൈകടത്തലും നടത്താൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നതിനോ വഖഫ് ആക്ട് എന്ന് പറയുന്ന സംവിധാനത്തിനോ ഒരു മതവുമായിട്ട്, മുസ്ലിം മതവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും നിയമപരമായി ഇല്ലാത്തതാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ഈ വാദങ്ങളൊക്കെ തന്നെ ഈ കേസിന്റെ ഫൈനൽ വിധി വരുന്ന അവസരത്തിൽ യാതൊരു വിധത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യമാണ് സാധാരണക്കാരായ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്. മറ്റൊരു കാര്യം കൂടി ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് ആക്ടിൽ പല വിധത്തിലും ഉള്ള ഭീകരമായ വൃത്തികെട്ട പല സെക്ഷനും ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള സെക്ഷനുകൾ അതിൽ ഉണ്ടായിരുന്നു. അതിനുള്ള ഉദാഹരണങ്ങളാണ് സെക്ഷൻ 40. ആരുടെയും വസ്തു ആരോടും ചോദിക്കാതെയും പറയാതെയും ഏറ്റെടുക്കുക, റവന്യൂ രേഖകളിൽ മാറ്റങ്ങൾ വരുത്തുക, നമ്മുടെ മുനമ്പത്ത് സംഭവിച്ചതുപോലെ. അതുപോലെ തന്നെ സെക്ഷൻ 107, അതായത് ലോ ഓഫ് ലിമിറ്റേഷൻ എടുത്ത് കളഞ്ഞിരിക്കുകയായിരുന്നു അവിടെ. അതായത് വഖഫ് ബോർഡിന് എത്ര വർഷം പഴക്കമുള്ള ക്ലെയിമും ഈ വഖഫ് ബൈ യൂസർ എന്നുള്ള ഡെഫിനിഷന്റെ അടിയിൽ വന്നിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഈ 108A എന്ന് പറയുന്നത് വഖഫ് ആക്ടിന് മറ്റുള്ള എല്ലാ സ്റ്റാറ്റ്യൂട്ടിനും മുകളിൽ ഓവർ റൈഡിങ് എഫക്റ്റ് കൊടുക്കുന്ന ഒരു സെക്ഷൻ ആയിരുന്നു. അതിനെയും എടുത്തു കളഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട സീനിയർ അഡ്വക്കേറ്റ് ആയ കപിൽ സിബലിന് അതിൽ യാതൊരു വിധത്തിലുള്ള പരാതിയുമില്ല. അദ്ദേഹം അതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടിയില്ല. അതിന് കാരണം എന്താണ് സുഹൃത്തുക്കളെ? അദ്ദേഹത്തിനും അറിയാം അതൊക്കെ തന്നെ ഭീകരമായ ഭരണഘടനാ വിരുദ്ധമായ സെക്ഷൻസ് ആയിരുന്നു എന്ന്. അദ്ദേഹത്തിന് തികഞ്ഞ ബോധ്യം ഉള്ളതിനാൽ ആയിരുന്നു അത്തരം സെക്ഷനുകൾ നീക്കിയതിനെ കുറിച്ചിട്ട് അദ്ദേഹം കമാശിവ മിണ്ടാത്തത്. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പോലെ ഉള്ള ആൾക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഈ വഖഫ് ആക്ട് 1995 ഭരണഘടനാ വിരുദ്ധം ആയിരുന്നു എന്നുള്ള വാദത്തെ ശരിവെക്കുന്നതാണ് ഈ കപിൽ സിബലിന്റെ അർത്ഥഗർഭമായ മൗനം എന്നും നാം മനസ്സിലാക്കണം. തുടർന്ന് അദ്ദേഹം വാദിച്ചത് ഇപ്പോൾ കൊണ്ടുവന്ന ഈ പുതിയ നിയമം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്, അതിനെ ലംഘിക്കുന്നതാണ് എന്നും. എന്നാൽ അതിനുള്ള മറുപടി വീണ്ടും കോടതി കൂടുമ്പോൾ ഗവൺമെന്റ് രേഖാമൂലം സത്യവാങ്മൂലം എഴുതി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ മണിയായിട്ട് കൃത്യമായിട്ട് അത്തരം യാതൊരു വിധത്തിലും ഉള്ള ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കുന്ന യാതൊന്നും തന്നെ ഈ പുതിയ നിയമത്തിൽ ഇല്ല എന്നും, എന്നാൽ ഈ 1995 ആക്ട് പരിഗണിക്കുകയാണെങ്കിൽ ഇപ്പോഴും അതിൽ ഭരണഘടനാ വിരുദ്ധമായ പല സംഗതികളും മാറ്റേണ്ടതായിരുന്നു എന്ന കാര്യം കൂടി നമുക്ക് വ്യക്തമാകും. അദ്ദേഹം പറയുന്നത് എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ സ്വത്തുക്കൾ മതപരമായ രീതിയിൽ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ കഴിയും.
അതിനാൽ തന്നെ ഈ ആക്ട് വന്നിട്ട് അതിന് ലംഘനം ആകും എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കൈകാര്യം ചെയ്യുന്ന വിഷയം ഇവിടെ ഉദിക്കുന്നതേ ഇല്ല. ഓരോ വഖഫുകളും അതുണ്ടാക്കിയ വാക്കിഫിന്റെ നിർദ്ദേശപ്രകാരം മുത്തവല്ലി കൈകാര്യം ചെയ്യും. അതിനെ വഖഫ് ബോർഡ് ഒന്ന് സൂപ്പർവൈസ് ചെയ്യും എന്നല്ലാതെ ഈ പുതിയ ആക്ട് വരുന്നതിലൂടെ ഡയറക്റ്റ് ആയിട്ട് ഓരോ വഖഫിന്റെയും മതപരമായതോ ആചാരപരമായതോ യൂസേജിലോ ഒന്നും തന്നെ സംസ്ഥാന സർക്കാരിനോ കേന്ദ്രത്തിനോ ഇടപെടാൻ നിയമപരമായി തന്നെ കഴിയില്ല എന്നിരിക്കെ അദ്ദേഹം എന്തുദ്ദേശിച്ചാണ് ഈ പുതിയ ഭേദഗതി നിയമം വന്നാൽ അത് വഖഫുകളെ കൈകാര്യം ചെയ്യുന്നതിൽ എങ്ങനെ ലംഘനം ആകും എന്നുള്ള ഒരു ചോദ്യം താമസിയാതെ യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും 5-ാം തീയതി ഉന്നയിക്കപ്പെടും. അന്ന് അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരിക്കില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ്. നാം ഓർക്കണം, കോടതി ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് ഈ നിയമത്തെ ചലഞ്ച് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം ഉന്നയിക്കുക എന്നുള്ളതാണ്. പ്രിലിമിനറി വാദമാണ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയുക എന്നാണ്. അപ്പോൾ അടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞത്, പുതിയ നിയമത്തിൽ ഒരാൾക്ക് വഖഫ് ഉണ്ടാക്കണമെങ്കിൽ അദ്ദേഹം 5 വർഷം മുസ്ലിം ആയിരുന്നു എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത വരുന്നു. അത് ആർട്ടിക്കിൾ 25 എതിരായ ഒരു കാര്യമാണെന്നാണ്. അതായത് ഓരോ വ്യക്തിക്കും തനിക്ക് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെ ഉള്ള അവകാശം ഉണ്ട് എന്നിരിക്കെ ഈ തരത്തിലുള്ള ഒരു നിബന്ധന അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ 25 ലംഘനം ആണ് എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അതിനൊരു മറുപടി ഈ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് എങ്കിലും ഈ വിഷയം അഥവാ നമ്മുടെ ഈ ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ ഈ സുപ്രസിദ്ധനായ വക്കീലിന് ഇത്തരത്തിൽ ഒരു ആരോപണം പോലും ഉന്നയിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ഈ പുതിയ നിയമത്തിൽ ആ ഒരു ക്ലോസ് ഉണ്ടായിരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം എന്തുമായിക്കോട്ടെ, അത് ഉണ്ടായിരിക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിൽ കോടതി ഭാവിയിലായാലും ഇടപെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ വാദം, ഈ വഖഫ് കൗൺസിലിലും വഖഫ് ബോർഡിലും നോൺ മുസ്ലിമായ 2 പേരെ ഉൾപ്പെടുത്തണം എന്നുള്ള പുതിയ നിയമത്തിലെ നിർദ്ദേശത്തിന് എതിരായിട്ട് ആയിരുന്നു. നാം ആലോചിക്കേണ്ടത് 1995 വഖഫ് ആക്ടിന്റെ സെക്ഷൻ 3(6) പ്രകാരം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റെല്ലാ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള വ്യക്തികളും അതിലുള്ള അഗ്രീവ്ഡ് പാർട്ടീസ് ആണ്. അതായത് ആരുടെ വസ്തു വേണമെങ്കിലും ഈ വഖഫ് ബോർഡിന് ചോദിക്കാതെയും പറയാതെയും ഒരു നോട്ടീസ് പോലും നൽകാതെയും ഏറ്റെടുക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മതേതര സർക്കാരിന്റെ മതേതര സ്വഭാവമുള്ള ഒരു ടൂളായ വഖഫ് ബോർഡിൽ എസ്പെഷ്യലി പ്രത്യേകിച്ചും ആ നിയമം ഇന്ത്യയിലെ മറ്റെല്ലാ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരുടെയും അവകാശങ്ങളെ, ഭരണഘടനാ അവകാശങ്ങളുടെ മേൽ കുതിര കയറുന്ന ഒരു അവസ്ഥയിൽ എന്തുകൊണ്ട് ബാക്കി സമുദായങ്ങളിലെ ആൾക്കാർക്ക് അതിൽ മെമ്പർഷിപ്പ് കൊടുത്തുകൂടാ? അത് മതപരമായ ഒരു കാര്യവും കൈകാര്യം ചെയ്യുന്നില്ല. അത് കൈകാര്യം ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി മാത്രമാണ്, അല്ലാതെ മതപരമായ ഒരു കാര്യമല്ല. അതിനൊരു മറുപടി തുഷാർ മേത്ത നൽകുകയുണ്ടായി. ഈ കപിൽ സിബൽ വാദിക്കുന്നത് ശരിയാണ് എങ്കിൽ 3 ഹിന്ദുക്കളായ ഈ കോടതി എങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ കാര്യം കേൾക്കുന്നത് എന്നായിരുന്നു. തികച്ചും അർത്ഥവത്തായ ഒരു ചോദ്യമായിരുന്നു അത്. ഒരു സംഗതി കോടതിയിൽ പോയിട്ട് ജഡ്ജിയുടെ മതം നോക്കാൻ ആർക്കാൻ കഴിയാൻ പറ്റൂ? അപ്പൊ തന്നെ നമുക്ക് ഈ ഗ്രീഷ്മ കേസിൽ അറിയാം, ഒരു മുസ്ലിം ജഡ്ജിയാണ് ആ പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നത്. അദ്ദേഹം അവിടെ മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ നമുക്ക് നോക്കാൻ കഴിയില്ല. അദ്ദേഹം നിർവഹിക്കുന്നത് നമ്മുടെ ഭരണഘടന അനുസരിച്ചുള്ള ഒരു ജോലിയാണ്. അദ്ദേഹത്തിന്റെ മതം അല്ല അവിടെ പ്രശ്നം. അതുപോലെ തന്നെയാണ് ഈ വഖഫ് ബോർഡും ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി മാത്രം ഉള്ള, നമ്മുടെ ഒക്കെ നികുതിപ്പണം കൊണ്ട് നടത്തി വരുന്ന, നമ്മളുടെ നികുതിപ്പണം ശമ്പളമായി വാങ്ങുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ അതിലേക്ക് ഡെപ്യൂട്ടി ചെയ്യുന്ന ഒരു തികച്ചും മതേതര പ്രസ്ഥാനമായ ഈ വഖഫ് ബോർഡിന്, ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഉണ്ടാക്കപ്പെട്ട ഒരു മതേതര ബോഡിയായ വഖഫ് ബോർഡിൽ അല്ലെങ്കിൽ വഖഫ് കൗൺസിലിൽ എന്തുകൊണ്ട് അമുസ്ലിമുകളെ അപ്പോയിന്റ് ചെയ്തുകൂടാ എന്ന് ഇനി കപിൽ സിബലിന് തുടർന്നുള്ള വാദസമയത്ത് മറുപടി പറയേണ്ടി വരും. അദ്ദേഹത്തിന് ഒരു മറുപടിയും കാണില്ല. വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ അർദ്ധഗർഭമായ മൗനം അദ്ദേഹത്തിന് പാലിക്കേണ്ടതായിട്ട് വരും. മറ്റൊരു പ്രസക്തമായ ഒരു കാര്യം കൂടി നിയമപരമായി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം സംവിധാനങ്ങൾ ഇന്ത്യയിൽ ആൾറെഡി ഉണ്ട്. ബോധഗയയിലെ ബുദ്ധക്ഷേത്രത്തിൽ അവിടുത്തെ ഭരണസമിതിയിൽ 4 ബുദ്ധന്മാർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഹിന്ദുക്കൾ ആയിരിക്കണം. അതുപോലെ തന്നെ ആ ജില്ലയിലെ കളക്ടർ ആയിരിക്കും ആ കമ്മിറ്റിയുടെ ചെയർമാൻ.
അദ്ദേഹവും ബുദ്ധമതക്കാരൻ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇത്തരത്തിലുള്ള പല പല കാര്യങ്ങൾ നമ്മുടെ JPCയുടെ റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു നിയമം ഉണ്ടാക്കുന്നത്, അതിനുള്ള കാരണങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ തന്നെ സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട കേസുകളും റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നിയമങ്ങളും കാര്യങ്ങളും അറിയാത്ത സാധാരണക്കാർ വിചാരിക്കും, ദേവസ്വം ബോർഡ് പോലെയുള്ള ഒരു ബോർഡല്ലേ വഖഫ് ബോർഡ്, അവിടെ അമുസ്ലിമുകളെ നിയമിക്കുന്നത് ശരിയാണോ എന്ന്. നിയമപരമായി നോക്കുകയാണെങ്കിൽ ശരി തന്നെയാണ്, 100% ശരിയാണ്. നിയമപരമായി അതിനെ ചലഞ്ച് ചെയ്യാൻ കപിൽ സിബൽ എന്നല്ല മറ്റാർക്കും തന്നെ സാധ്യമല്ല. എന്നാലും ഞാൻ അതിന് എതിരായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള ഡ്രാക്കോണിയൻ നിയമങ്ങൾ ഈ വഖഫ് ആക്ട് 1995 ഇല്ലാതിരുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ തീർച്ചയായിട്ടും സംജാതം ആകുമായിരുന്നില്ല. അതിനാൽ ഇത് ഈ വഖഫ് ബോർഡുകാർ തന്നെ വടി കൊടുത്ത് അടി വാങ്ങിയ ഒരു അവസ്ഥയാണിത്. ഇതിനെ നിയമപരമായി ചലഞ്ച് ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ കേസിന്റെ വിധി എന്ന് വന്നാലും ഈ 2 അംഗങ്ങളെ ഇതിൽ നിയമിക്കുന്നതിനെ സുപ്രീം കോടതി ചോദ്യം ചെയ്യുകയോ ഇടപെടുകയോ ഇല്ല എന്നുള്ളതാണ് വളരെ പ്രസക്തമായ കാര്യം. സുപ്രീം കോടതി ചോദിച്ചു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മാക്സിമം 2 പേരെ അപ്പോയിന്റ് ചെയ്യാനല്ലേ, അതിൽ കൂടുതലല്ലോ? അപ്പോൾ അതിന് തുഷാർ മേത്ത മറുപടി പറഞ്ഞു, ഞങ്ങളുടെ ഇന്റൻഷൻ മാക്സിമം 2 പേരെ മാത്രം, അല്ലാതെ അതിൽ കൂടുതൽ ഒരു വ്യക്തിയെയും അതിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത്തരത്തിൽ ഒരു നിയമം ഉണ്ടാക്കിയിട്ടില്ല എന്ന് അതും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തുടർന്ന് അദ്ദേഹത്തിന്റെ വാദം വളരെ വിചിത്രമായ ഒന്നാണ്. നിങ്ങളെവരും ഇത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. കപിൽ സിബൽ പറഞ്ഞത് ഈ വഖഫ് ബൈ യൂസർ എന്നുള്ള ആ ഒരു നിയമത്തെ ഈ പുതിയ നിയമം എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് വഖഫ് ബൈ യൂസർ എന്നാണ്. ഈ മുസ്ലിം നിയമത്തിന്റെ അടിയിലുള്ള ഒരു ബ്രാഞ്ചാണ് വഖഫ് നിയമങ്ങൾ. മുസ്ലിം മതം പ്രകാരം വഖഫ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം തന്റെ ഈശ്വരന് ഒരു ഡെഡിക്കേഷൻ, പെർമനന്റ് ഡെഡിക്കേഷൻ നടത്തുന്ന അവസ്ഥയിൽ മാത്രമാണ് ഒരു വഖഫ് ഉണ്ടാകുന്നത്. അല്ലാതെ മറ്റൊരു രീതിയിലും ഒരു വഖഫ് ഉണ്ടാക്കാൻ മുസ്ലിം മതം അനുശാസിക്കുന്നില്ല. എന്നാൽ 1954 നെഹ്റു ഈ വഖഫ് ആക്ടും അതിലൂടെ തന്നെ വഖഫ് ബോർഡുകളും കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക കണ്ടുപിടുത്തം മുസ്ലിമുകൾക്ക് വേണ്ടി നടത്തി. അതായത് ആ ആക്ടിൽ നിലവിൽ വന്ന ദിവസം ഏതെങ്കിലും വസ്തുവകകൾ ഏതെങ്കിലും ഒരു വഖഫിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തി വന്നിരുന്നു എങ്കിൽ അത്തരം വസ്തുക്കളെ വഖഫ് ബൈ യൂസറായി കണക്കാക്കാം എന്ന് നെഹ്റു തീരുമാനിച്ചു. മുസ്ലിം മതമല്ല തീരുമാനിച്ചത്, നെഹ്റുവാണ് തീരുമാനിച്ചത്. ഓക്കെ, അത് സഹനീയമായിരുന്നു. കാരണം അവിടെ തെളിവുണ്ട്, ആ ദിവസം തന്നെ ഇത് ഉപയോഗപ്പെടുത്തി വരുന്നു എന്നുള്ളതിന് തെളിവുണ്ട്. അതല്ല എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ സിവിൽ കോടതിയിൽ പോയി, ഓരോ വ്യക്തിക്കും സിവിൽ കോടതിയിൽ പോയി പരിഹാരം തേടാനും സാധിക്കുമായിരുന്നു. എന്നാൽ 1995 എന്താണ് സംഭവിച്ചത്? അന്ന് നരസിംഹറാവു മറ്റൊരു കണ്ടുപിടുത്തം നടത്തി. അതായത് ഈ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് എന്നെങ്കിലും ഒരു കാലത്ത്, അതായത് തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മുസ്ലിം മതം നിലവിൽ വരുന്നതിന് മുമ്പും ആകാം, എന്നെങ്കിലും ഒരു കാലത്ത് അതൊരു വഖഫിന് വേണ്ടി, വഖഫിനെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു എങ്കിൽ അതിനുശേഷം എത്ര വർഷം ആ ഉപയോഗം ഇല്ലാതിരുന്നു എങ്കിലും അത് വഖഫ് ബൈ യൂസറായി തുടരുന്നതാണ് എന്നാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? അതായത് വഖഫ് ബോർഡ് പറയുന്നു 1300 വർഷം ഇവിടെ ജീവിച്ചിരുന്ന ഒരു മുസ്ലിം ഇതൊരു വഖഫായി പ്രഖ്യാപിച്ചിരുന്നു. അന്ന് ഇതൊരു വഖഫ് ബൈ യൂസർ ആയിരുന്നു. തുടർന്ന് ആയിരക്കണക്കിന് വർഷം ഇത് വഖഫ് ബൈ യൂസർ ആയിരുന്നില്ല, ഉപയോഗിച്ചു വന്നിരുന്നില്ല. എന്നാലും അതിപ്പോഴും വഖഫ് ബൈ യൂസറിന്റെ അടിസ്ഥാനത്തിൽ വഖഫായി മാറുന്നതാണ് എന്നാണ് വഖഫ് ബോർഡ് പറയുന്നത്. ഈ ഒരൊറ്റ ഡ്രാക്കോണിയൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ 1500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം പോലും വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ പറയൂ, ഈ 1995 കോൺഗ്രസ് കൊണ്ടുവന്ന ഈ ഡ്രാക്കോണിയൻ നിയമം നിലനിന്നിരുന്നു എങ്കിൽ നിങ്ങൾക്കോ എനിക്കോ സ്വസ്ഥമായി വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതിനെതിരെയാണ് ഈ കപിൽ സിബൽ പത്തി വിടർത്തിയത്. നാം ഓർക്കണം, രാമജന്മഭൂമി കേസിൽ ഇതേ കപിൽ സിബൽ വാദിച്ചത് എവിടെ രേഖ എന്നാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ക്ഷേത്രത്തിന്റെ സംബന്ധിച്ച രേഖ എവിടെ എന്ന് ചോദിച്ച അതേ കപിൽ സിബൽ ഇതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 300, 400 വർഷം പഴക്കമുള്ള ഈ സ്ഥാപനങ്ങളെ സംബന്ധിച്ച രേഖ ഞങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരും ബഹുമാനപ്പെട്ട കോടതി എന്നാണ്.
എന്ത് വിചിത്രമായ വാദങ്ങളാണ്. കോടികൾ, ചിലപ്പോൾ ലക്ഷങ്ങളോ കോടികളോ ഒക്കെ ഫീസായിട്ട് കിട്ടി എന്ന് വെച്ചിട്ട് ഇതുപോലെ തികച്ചും അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഉന്നയിക്കാൻ ഭരണഘടനാ വിദഗ്ധൻ കൂടിയായ അദ്ദേഹത്തിന് എങ്ങനെയാണ് കഴിയുന്നത് എന്ന് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. അതായത് ഇതൊക്കെ തന്റെ കക്ഷികളെ സഹായിക്കാൻ വേണ്ടി എന്തൊക്കെയോ വാദങ്ങൾ അടിച്ചു വിടുന്നു എന്നല്ലാതെ അതൊന്നും യാതൊരു വിധത്തിലുള്ള പ്രസക്തിയും ഉള്ളത് അല്ല. കാരണം അദ്ദേഹത്തിന് കിട്ടേണ്ട ഫീസ് ആൾറെഡി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ചെന്ന് വീണ് കഴിഞ്ഞു. അപ്പോ ഈ കക്ഷികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവിടെ എന്തെങ്കിലുമൊക്കെ അഭ്യാസങ്ങളൊക്കെ കാണിക്കണം, പൊടിയും തട്ടി വീട്ടിൽ പോകണം. അതിനുപരിയായിട്ട് ഈ കപിൽ സിബൽ അവിടെ യാതൊരു വിധത്തിലുള്ള അത്ഭുതങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം മുസ്ലിം വ്യക്തി നിയമത്തെ കുറിച്ചിട്ട് വളരെയധികം വാചാലനാവുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അല്ലയോ മഹാനുഭാവ, മുസ്ലിം വ്യക്തി നിയമത്തിന് വളരെ പ്രാധാന്യമുള്ള ഒന്ന് ആണ് എങ്കിൽ ഒരു മുസ്ലിം ഡെഡിക്കേറ്റ് ചെയ്യാത്ത ഒരു വസ്തു വഖഫ് ബൈ യൂസർ എന്നുള്ള ഓമന പേരിൽ വന്നിട്ട് ഒരു വഖഫായി പ്രഖ്യാപിക്കാൻ സാധിക്കുക, അത് മുസ്ലിം മതത്തിന് എതിരല്ലേ? പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ വഖഫ് ബൈ യൂസറിന് അനുകൂലമായി വാദിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് കപിൽ സിബലിനോടുള്ള ചോദ്യം. ഇത്തരമായിരുന്നു അദ്ദേഹത്തിന്റെ വാദങ്ങൾ. തുടർന്ന് മറ്റൊരു വക്കീൽ വാദിക്കുകയുണ്ടായി. അതിലാണ് നമ്മുടെ മുനമ്പത്തെ സഹായിക്കുന്ന രീതിയിലുള്ള പുതിയ നിയമത്തിലെ സെക്ഷൻ 2A ഒരു പരാമർശം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, മൈ ലോർഡ്, സെക്ഷൻ 2A നോക്കൂ, അവിടെ പറഞ്ഞിരിക്കുന്നത് നോട്ട് വിസ്റ്റാൻഡിങ് ജഡ്ജ്മെന്റ് ഓർഡർ ഓർ ഡിക്രി ഓഫ് എനി കോർട്ട് എന്നാണ്. എങ്ങനെയാണ് ഈ സർക്കാരിന് കോടതി ഉത്തരവുകളെ മറികടക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഉടനെ ജഡ്ജി പറഞ്ഞു, എവിടെ 2A അദ്ദേഹം നോക്കി. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സെന്റൻസിൽ എഴുതിയിരിക്കുന്നു നോട്ട് വിസ്റ്റാൻഡിങ് എനി ജഡ്ജ്മെന്റ് ഓർഡർ ഓർ ഡിക്രി ഓഫ് എനി കോർട്ട്. അദ്ദേഹം ഉടനെ അതിനെതിരെ പ്രതികരിച്ചു. കാരണം താഴോട്ട് അദ്ദേഹം വായിക്കുന്നില്ല. അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണ് സർക്കാരിന് കോടതി ഉത്തരവുകളെ മറികടക്കാൻ സാധിക്കുക എന്നുള്ളത്. എന്നാൽ അത് ആ ഖണ്ഡിക കംപ്ലീറ്റും മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ കോടതി ഉത്തരവുകളെ അല്ല മറികടക്കുന്നത്, മറിച്ച് ആ വസ്തുക്കൾ വഖഫ് ആക്ടിന് കീഴിൽ വരുമോ ഇല്ലയോ എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വാദത്തിനും ഒരു പ്രസക്തിയുമില്ല എന്നുള്ള കാര്യവും, അതും ഇതുവരെ നമ്മുടെ മുനമ്പം ഒരു വഖഫാണെന്ന് ഒരു കോടതിയും ഇതുവരെ നിയമപരമായി പറഞ്ഞിട്ടില്ല എന്നിരിക്കെ ആ ഒരു വിഷയവും മുൻപത്തെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നാം കണ്ടു, കോടതി പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് റൈസ് ചെയ്യണമെന്നാണ്. അപ്പൊ കപിൽ സിബലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇത്ര മാത്രം ആയിരുന്നു. അപ്പോൾ ഈ കൊണ്ടുവന്ന പുതിയ നിയമത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ വഖഫ് ബൈ യൂസറായി ആൾറെഡി രജിസ്റ്റർ ചെയ്യപ്പെട്ട വസ്തുക്കളിൽ സർക്കാർ യാതൊന്നും തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതൊക്കെ വഖഫായി തുടരും. നാം മനസ്സിലാക്കേണ്ട 1923 മുതലുള്ള വഖഫ് നിയമങ്ങളുടെ വെളിച്ചത്തിൽ ഈ വഖഫ് ബൈ യൂസർ ആയിട്ടുള്ള വസ്തുക്കളും യഥാസമയം ഈ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള പ്രത്യേക നിഷ്കർഷ ഉണ്ടായിരുന്നു. രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം അത് വഖഫ് ബോർഡിന് തന്നെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാമായിരുന്നു, അതിനുള്ള നിയമം ഉണ്ടായിരുന്നു. ഇത് രണ്ടും നടക്കാത്ത വസ്തുക്കളെ ഇനി മേലാൽ നിങ്ങൾ വഖഫ് ബൈ യൂസറായിട്ട് ആർക്കും തന്നെ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നാണ് സർക്കാർ പുതിയ നിയമത്തിൽ പറഞ്ഞത്. കൂടാതെ പറഞ്ഞു, അത്തരം രജിസ്റ്റർ ചെയ്യപ്പെട്ട വഖഫുകളെ സംബന്ധിച്ച് ഏതെങ്കിലും കോടതികളിൽ എന്തെങ്കിലും കേസുകൾ നിലവിൽ ഉള്ള പക്ഷം അത്തരം വിഷയങ്ങളിലെ തീരുമാനം ആ കോടതിയുടെ തീരുമാനം ആയിരിക്കും എന്നും പറഞ്ഞു. ഈ വാദങ്ങളൊക്കെ കഴിഞ്ഞ അവസാനം ഇന്ററിം ഓർഡർ ഇടാൻ പോകുന്ന നേരത്ത് തുഷാർ മേത്ത പറഞ്ഞു, ഇവരുടെ ഏറ്റവും വലിയ ഭയാശങ്കകൾ 2 നോൺ മുസ്ലിങ്ങളെ നിയമിക്കും എന്നുള്ളത് ആണല്ലോ. അപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഈ കോടതി പറയുന്നത് വരെ അത്തരം ഒരു നിയമനം നടത്തില്ല. അഥവാ ഏതെങ്കിലും സംസ്ഥാന സർക്കാരുകൾ അത്തരം ഒരു നിയമനം നടത്തിയാൽ അത് ആരംഭത്തിലെ അസാധു ആയിരിക്കും എന്ന് ഞാനിതാ ഉറപ്പു തരുന്നു. റെക്കോർഡ് ചെയ്യപ്പെട്ടു. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത്, ഈ വഖഫ് ബൈ യൂസർ ഇതുപോലെ സർക്കാർ ഒന്നും ഡീനോട്ടിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു, അത്തരത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട വസ്തുക്കളിൽ സർക്കാർ യാതൊരു വിധത്തിലുള്ള നോട്ടിഫിക്കേഷനും നടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനാൽ ഈ കപിൽ സിബൽ കൂടുതൽ സങ്കടപ്പെടേണ്ട ആവശ്യം ഇല്ല. എന്നാൽ ഭാവിയിൽ അവർക്കത് അത്തരത്തിൽ രേഖകളില്ലാതെ രജിസ്റ്റർ ചെയ്യാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ വഖഫ് ബൈ യൂസറിനെ സംബന്ധിച്ചുള്ള സ്റ്റാറ്റസ് കോ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം. കപിൽ സിബൽ വായിച്ചതാണ്, സർക്കാർ കൊണ്ടുവന്ന സ്റ്റാറ്റസ് കോ അതുപോലെ നിൽക്കണമെന്നാണ്. അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പൊ സർക്കാർ തന്നെ കൊണ്ടുവന്ന നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി ഈ കപിൽ സിബൽ സാധിച്ചെടുത്തു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 2 സബ്മിഷന്റെയും അടിസ്ഥാനത്തിൽ അതൊക്കെ റെക്കോർഡ് ചെയ്തതിനു ശേഷം കോടതി ഇനി അടുത്ത കേസ്
അടുത്ത മാസം 5-ാം തീയതിയിലേക്ക് വച്ചിരിക്കുകയാണ്. എനിക്ക് ഈ വിഷയത്തെ പറ്റിയിട്ട് വളരെ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സമയം അതിന് സമ്മതിക്കുന്നില്ല. എങ്കിൽ തന്നെയും ഈ മുസ്ലിം ലീഗിന്റെ കേസിനെ കുറിച്ച് എനിക്ക് കാര്യം പറയാനുള്ളത്, ആഗസ്റ്റ് മാസം 8-ാം തീയതി ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ ഇത് പാസ്സാക്കപ്പെടും എന്ന് മുസ്ലിം ലീഗിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അന്ന് തന്നെ അവർ ഈ കേസിന്റെ പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് തന്നെ അവരുടെ പെറ്റീഷനിൽ ഈ JPC പ്രപ്പോസ് ചെയ്ത പുതിയ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതിൽ ഈ സെക്ഷനുകൾ എഴുതിയിരിക്കുന്നതൊക്കെ തന്നെ തെറ്റുകളാണ്. അതായത് ഒരു സെക്ഷൻ പ്രകാരം ഇക്കാര്യം എങ്ങനെയാണെന്ന് അവർ എഴുതി കാണും. പക്ഷെ ഇപ്പോഴത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ആ സെക്ഷൻ മറ്റു വല്ലതും ആയിരിക്കും. അവരുടെ ഭാഗ്യമാണ് സുപ്രീം കോടതി അവരുടെ കേസ് ഈ പരിഗണിക്കുന്ന കേസുകളുടെ വിഷയത്തിൽ പെടുത്താത്തത്. അതുകൊണ്ട് ഈ കപിൽ സിബൽ ഹാജരായത് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടായിരുന്നില്ല, മറ്റൊരു മുസ്ലിം സംഘടനയ്ക്ക് വേണ്ടി ആയിരുന്നു. അദ്ദേഹത്തിന്റെ പക്ഷത്തു നിന്നും ഈ കേസിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള യാതൊരു വിധത്തിലുമുള്ള ഒരു വാദവും ഉണ്ടായില്ല. ഭരണഘടനാ വിരുദ്ധമാണെന്ന് അസന്നിഗ്ധമായി തെളിയിക്കുന്ന രീതിക്കുള്ള ഒരു വാദവും അദ്ദേഹത്തിന്റെ പക്ഷത്തു നിന്നും ഉണ്ടായില്ല. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വാദിക്കൂ. അപ്പോൾ അദ്ദേഹം വാദിച്ചത് ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ എങ്കിൽ ഇനി അങ്ങോട്ടേക്ക് പോകുന്തോറും എന്തൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന് വാദിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, കപിൽ സിബൽ എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട മഹാനായ ഒരു അഡ്വക്കേറ്റ് തന്നെയാണ്. എത്ര മഹാനോ ആയിക്കോട്ടെ, നിങ്ങളുടെ കേസിന് സത്യസന്ധത ഉണ്ടെങ്കിൽ മാത്രമേ, നിയമപരമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാദിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ നിങ്ങൾ വെറും കാറ്റുപോയ ബലൂണായി മാറിപ്പോവും. അങ്ങനെ കാറ്റുപോയ ഒരു ബലൂണായി മാറുകയാണ് കപിൽ സിബൽ സുപ്രീം കോടതി മുമ്പാകെ ആയത് എന്ന് എനിക്ക് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇനി ആ കേസ് വീണ്ടും 5-ാം തീയതി വരികയാണ്. അപ്പോൾ 5 കേസുകൾ മാത്രമേ കേൾക്കൂ. സർക്കാർ വന്നിട്ട് മറുപടി നൽകും. തുടർന്ന് ഇനി 5-ാം തീയതിയിലെ സർക്കാരിന്റെ വാദം ആണ് നാം കാണേണ്ടത്. അന്ന് തീർച്ചയായിട്ടും ഈ കപിൽ സിബലിന്റെ ഓരോ വാദത്തിന്റെയും മൊന ഒടിച്ച് കയ്യിൽ തിരിച്ചു കൊടുക്കും. അദ്ദേഹം അതും കൊണ്ട് വീട്ടിൽ പോകും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ യാത്രയിൽ പങ്കാളിയാകുക. നമുക്ക് ഇത്തരം നിയമവിഷയങ്ങളെ കുറിച്ചിട്ട് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.